തിരുസഭയുടെ പാലകൻ. വിശുദ്ധ യൗസേപ്പിനെ തിരുസഭയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നതിനും കാരണമുണ്ട്. തിരുസഭയുടെ ആരംഭം അതിൻ്റെ ആദ്യ പ്രതിരൂപമായ തിരുകുടുംബത്തിലാണല്ലോ. അദ്ദേഹം തിരുകുടുംബത്തിന്റെ സംരക്ഷകനായിരുന്നു എന്ന കാരണത്താൽ തന്നെ സാർവത്രിക സഭയുടെയും സംരക്ഷകനാണ്. വന്ധ്യപിതാവ് അദ്ദേഹത്തിന്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെയും ദിവ്യശിശുവിനെയും സംരക്ഷിച്ചു പോന്നു. കൂടാതെ ഉണ്ണിമിശിഹായുടെ ജീവൻ അപകടത്തിലായിട്ടുള്ള സന്ദർഭങ്ങളിൽ പിതൃസഹജമായ വാത്സല്യ സ്നേഹാദരങ്ങളോടെ വിശുദ്ധ യൗസേപ്പ് ദിവ്യകുമാരനെ സംരക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു. ഈശോ മിശിഹായുടെ ജനനാവസരത്തിൽ ദിവ്യശിശുവിന് വേണ്ട എല്ലാ സംരക്ഷണവും ദരിദ്രനായ വിശുദ്ധ യൗസേപ്പ് തന്റെ കഴിവിന്റെ പരമാവധി നിർവഹിച്ചു. ഹെറോദസ് ദേവകുമാരന്റെ ജീവനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ വത്സല പിതാവ് എത്ര തീക്ഷ്ണതയോടും അവധാതയോടും കൂടിയാണ് ഈജിപ്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. മാർഗമധ്യേ പല അപകടങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈജിപ്തിലെ പ്രവാസകാലം അജ്ഞാതമായ സ്ഥലത്ത് അവിശ്വാസികളുടെ മധ്യത്തിലാണ് തിരുകുടുംബം ജീവിതം നയിക്കേണ്ടി വന്നത്. പ്രസ്തുത സന്ദർഭങ്ങളിലെല്ലാം വിശുദ്ധ യൗസേപ്പിന്റെ വിവേകപൂർണമായ അവധാനത ദിവ്യശിശുവിന്റെ ജീവിതം സുരക്ഷിതമാക്കി തീർത്തു. ഈജിപ്തിൽ നിന്നുള്ള പ്രത്യാഗമനത്തിന് പരമദുഷ്ടനായ അർക്കലാവോസ് ഹെറോദസിന്റെ സ്ഥാനത്ത് ഭരണസാരഥ്യം വഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അസ്വസ്ഥചിത്തനായി. ദൈവദൂതന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം അദ്ദേഹം നസ്രത്തിൽ പോയി വസിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതായ അവസരത്തിൽ വന്ധ്യപിതാവ് ദുഃഖത്തോടുകൂടി അന്വേഷിച്ചതായി പരിശുദ്ധ കന്യക തന്നെ പ്രസ്താവിക്കുന്നു. നസ്രത്തിലെ അജ്ഞാതവാസകാലത്തും വിശുദ്ധ യൗസേപ്പ് തിരുകുടുംബത്തിന്റെ എല്ലാവിധമായ സുരക്ഷിതത്വത്തിലും ദത്തശ്രദ്ധനായിരുന്നു എന്ന് അനുമാനിക്കാം. വിശുദ്ധ യൗസേപ്പിന്റെ ഏകാദൃശ്യമായ പൈതൃക പരിലാലന ഇന്ന് തിരുസഭയ്ക്കും ഉണ്ടായിരിക്കുമെന്നുള്ളത് നിസ്തർക്കമത്രേ. അദ്ദേഹം തിരുകുടുംബത്തിന്റെ നാഥനായിരുന്നതുപോലെ ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയുടെ സുരക്ഷിതത്വത്തിലും സുസ്ഥിതിയിലും പുരോഗമനത്തിലും ഉത്സുകരാണ്. തിരുസഭ ചരിത്രത്തിന്റെ പക്ഷങ്ങൾ അതിനുള്ള തെളിവുകൾ നൽകുന്നുണ്ട്. 2-ാം വത്തിക്കാൻ സൂനഹദോസ് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ തിരുമേനി വിശുദ്ധ യൗസേപ്പിന്റെ സംരക്ഷണയ്ക്കായാണ് സമർപ്പിച്ചത് എന്നുള്ള വസ്തുത പ്രത്യേകം പ്രസ്താവ്യമാണ്.